അലീമ, ഇലോൺ മസ്കിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താ? നമ്മളെ സിദ്ദീഖിനെ കുറിച്ച് എന്താ അഭിപ്രായം? സിദ്ദീഖിനെ കുറിച്ച് പറയാനാണെങ്കിൽ മടിയനാണ്. പിന്നെ ഒന്നിനും അങ്ങനെയല്ല, സിദ്ദീഖ് ഒന്നിനും കൊള്ളാത്ത അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാമറമാനെ കുറിച്ച് പറഞ്ഞത് എന്തായാലും ഒരാളെ മുഖത്ത് ഇങ്ങനെ പറയാൻ പറ്റുമോ? അവന്റെ വിഷമം നോക്കി. ഞാൻ പോട്ടെ, ഇലോൺ മസ്കിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താ? എജാതി മനുഷ്യനല്ലേ, എന്തോരം ബ്രെയിൻ അയാൾക്ക്, എന്തോരം ബ്രെയിനാണ്. പിന്നെ ആള് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഡെവലപ്മെന്റ് ആണ്. നമുക്ക് അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ എന്തുകൊണ്ട് ആൾക്ക് നല്ല ബ്രെയിൻ ആണെന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ എന്തിനാ പറയുന്നത്, എല്ലാവർക്കും അറിയാം. സിദ്ദീഖിനെ കുറിച്ച് ചോദിച്ചപ്പോ എന്തുകൊണ്ട് ബ്രെയിൻ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്ത് അതെന്താ അറിയണ്ടേ സിദ്ദീഖിന്? അപ്പൊ ഇലോൺ മസ്കിന് നല്ല ബ്രെയിൻ ഉണ്ടെന്ന് ഈ വിശ്വസിക്കുന്നു. ഈ ബ്രെയിൻ വെച്ചിട്ട് ഇലോൺ മസ്ക് ഒരു എക്സ്പെരിമെന്റ് നടത്തിയപ്പോ സക്സസ് ആയി, അറിഞ്ഞോ? പക്ഷെ സംഭവം എങ്ങനെ വെച്ചാൽ ഇപ്പൊ ആ ന്യൂസ് ഭയങ്കര വൈറലാണ്. നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് ഒരു സാധനം വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ബ്രെയിനിന്റെ ഉള്ളിലേക്ക് എന്നാലൊരു ചിപ്പ് നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റും? തള്ളാണ് അതാ സിദ്ദീഖ്. അവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഇവളോട് കളവ് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെന്താ, പ്രത്യേകിച്ച് ഇലോൺ മസ്കിനെ കുറിച്ച് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഡീറ്റെയിൽസ് കിട്ടും. നമ്മളെ ബ്രെയിനിന്റെ ചെറിയൊരു ഭാഗം മാറ്റിയിട്ട് അതിൽ കൂടെ ഒരു ചിപ്പ് ഇഞ്ചക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന രീതി അനുസരിച്ച് പ്രവർത്തനങ്ങളൊക്കെ അതിലേക്ക് വരുന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞത്. നെഗറ്റീവായി മാറൂലേ? പിന്നെ നെഗറ്റീവ് എല്ലാത്തിനും നെഗറ്റീവ് ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കാർ നമ്മൾ എന്തിനാ ഉപയോഗിക്കണേ? ഡ്രൈവ് ചെയ്യാന്, ട്രാവൽ ചെയ്യാൻ. ഒരു കാറിൽ ഏകദേശം എത്ര ആൾക്കാർക്ക് പോകാൻ പറ്റും? ഒരു 5. അപ്പൊ അതൊരു പോസിറ്റീവ്. അതായത് ബൈക്കിനെ വെച്ച് നോക്കുമ്പോ കാറിൽ 5 ആൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നത് ഒരു പോസിറ്റീവ്. പെട്ടെന്ന് എത്താൻ പറ്റും ഒരു സ്ഥലത്ത്, ദൂരയാത്രക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒക്കെ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ കാർ നമ്മൾ എന്തിൽ കൂടെ ഓടിച്ചു പോണ്? റോട്ടിൽ കൂടെ. അപ്പൊ വേറൊരു വണ്ടി വന്ന് ഇടിക്കുമ്പോ എന്ത് സംഭവിക്കും? മരണങ്ങൾ വരെ സംഭവിക്കില്ലേ? മനുഷ്യന്മാരെ അപ്പൊ ആക്സിഡന്റ് അല്ലെങ്കിൽ തീരെ ചിന്തിക്കണില്ല. സ്നേഹം വന്ന് തോന്നുന്നു. അപ്പം അതാണ് സംഭവം. നെഗറ്റീവ് ഉണ്ടോന്ന് വെച്ചാൽ മേ ബി ഉണ്ടാവും. അതായത് ഇപ്പൊ നിലവിൽ ഇവര് പറഞ്ഞ കാര്യം, ഇലോൺ മസ്ക് ആയതുകൊണ്ട് ഭാവിയിൽ ചിലപ്പോ വലിയ വലിയ സംഭവങ്ങൾ വരും. പക്ഷെ ഇപ്പൊ ഒരു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് തളർന്നു കിടക്കുന്ന ആളുകൾ ഉണ്ടാവും, അതേപോലെ ബ്ലൈൻഡ് ആയ ആളുകൾ ഉണ്ടാവും. ഇവർക്കൊരു ഹെൽപ്പ് ചെയ്യുന്ന രീതി എന്നതിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം വന്നത്. കാരണം എന്താ വെച്ചാൽ ഇതില് ഈ ഒരു ന്യൂറോ ലിങ്ക് വഴി, അതായത് ഈ ചിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന രീതി അനുസരിച്ചാണ് ഇതിന് പ്രവർത്തനം. ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ ഇപ്പൊ ഇത് വെച്ചിട്ടുണ്ട്, അയാൾ ഇപ്പൊ ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് നമുക്കൊരു 10 വർഷം എടുക്കാം. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോ ഈ തളർന്ന് കിടക്കുന്ന ഈ ബ്ലൈൻഡ് ആയ ആളുകൾക്കൊക്കെ മാറ്റങ്ങൾ വന്നു പറഞ്ഞാല് മരിച്ച ആൾക്കാരൊക്കെ മേ ബി ചിലപ്പോ എന്താ പറയുക, ടെക്നോളജി പലതും മാറുന്നുണ്ട്. ഇപ്പൊ ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ഏതോ ഒരു കൺട്രിയില് ഇപ്പോഴും കുറെ ആളുകളെ വെള്ളത്തിലല്ല എന്തോ ഒരു ലിക്വിഡിൽ സൂക്ഷിച്ച് വെച്ചിക്കണ്. അത് എന്തിനാ ചെയ്യണ അറിയോ? അതായത് ആ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ വലിയ മെഡലിസ്റ്റ്, അങ്ങനത്തെ അല്ല, എന്തൊക്കെയോ വലിയ ആ രാജ്യത്തിന്റെ എന്തോ വലിയ ആളുകളാണ് ഇതിൽ ലിക്വിഡിൽ മുക്കി വെച്ചത്. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വർഷം മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റുമെന്നുള്ള ടെക്നോളജി വരികയാണെങ്കിൽ ഇവരെ തിരിച്ച് ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഏതോ ഒരു കൺട്രിയിലുണ്ട്, ഈ കൺട്രി ഏതെങ്കിലും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ സത്യമാണ്, ഗൂഗിൾ അടിച്ചാൽ അത് കിട്ടും. അപ്പൊ അതേപോലെ ഈ ഒരു ചിപ്പ്, മേ ബി ഈ ചിപ്പിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് നാളെ മരിച്ച ആളുകൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാലോ? അപ്പൊ മരിച്ച ആൾക്കാർക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മരിച്ചു പോയ കുറെ ആളുകൾ ഷുവറല്ലേ, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. അതായത് ഇപ്പൊ വന്ന ടെക്നോളജി എന്താ വെച്ചാൽ ഇപ്പൊ ഇത് ടെസ്റ്റ് ചെയ്ത ആള് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ ഇലോൺ മസ്ക് പറയും ചെയ്ത് എന്താ വെച്ചാൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവരാദ്യം റിസർച്ച് ഉണ്ടാക്കിയത് മനുഷ്യന്മാരിലല്ല, ഈ കുരങ്ങന്മാരിലൊക്കെയാണ് നടത്തിയത്. അങ്ങനെ ഇപ്പോഴാണ് മനുഷ്യരിലേക്ക് എത്തിയത്. അപ്പൊ നമുക്ക് പറയാം, എന്ത് നാളെ സിദ്ദീഖിന് ബുദ്ധി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചിപ്പ് നമുക്ക് വാങ്ങിക്കൊടുത്തൂടെ? അപ്പൊ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് കെൻമി ഡിജിറ്റൽ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യാം.